അപ്പോൾ നമ്മൾ ഏറെ നാൾ കാത്തിരുന്ന ദൃശ്യം 3 തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെ ഒരു അടിപൊളി അനുഭവം നമുക്ക് ഇന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ടവർ പറയുന്നു മൂവി ഒന്നിനൊന്ന് മികച്ചതാണെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ജിത്തു ജോസഫ് മോഹൻലാൽ അതുപോലെ തന്നെ പഴയ സിനിമയിലുള്ള അതായത് 1ലും 2 ഉണ്ടായ സഹദേവനും ഇതിൽ എങ്ങനെയാണ് ആക്ട് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് അഭിനയിച്ച് തീർത്തിരിക്കുന്നത് നമുക്ക് അല്പസമയത്തിനകം, അതായത് ഷോ വിടാനായിട്ട് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. നമുക്ക് അതായത് നമ്മൾ ഇന്ന് രാവിലെ ഫാൻ ഷോ ഉണ്ടായിരുന്നു. ഫാൻ ഷോ ഞങ്ങൾ എടുത്തില്ല, കാരണം മറ്റൊന്നുമല്ല, ഫാൻ ഷോ എല്ലാവരും നല്ലത്, അതായത് മൂവിയുടെ കറക്റ്റില്ല റിവ്യൂ നമുക്ക് ഫാൻ ഷോയിലൂടെ കിട്ടില്ല. അപ്പോൾ നമുക്ക് 11 മണിയുടെ ഷോ ആണ് നമുക്ക് ഇപ്പോൾ ഇവിടെ 11 മണിയുടെ ഷോ ഇപ്പോൾ 1:30 മണിയാകുമ്പം തീരും. അപ്പോൾ അതിൻ്റെ വിശദമായ ഒരു റിവ്യൂ ഇപ്പോൾ നമുക്ക് കാണാം. പായസം ഇവിടെ റെഡിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാൻസ് അസോസിയേഷൻ ആൾക്കാരിവിടെ ഉണ്ട്. പേരെന്താ? അനിൽകുമാർ കാരവരവർ, നന്ദനൻ കണ്ണൂർ. അപ്പോൾ എന്താണ് ഇങ്ങനെ പായസമൊക്കെ വെച്ചിട്ട്? ഇത് നമ്മളെ മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫാൻസാണ്, അപ്പോൾ ഒരു സ്പോൺസർ ചെയ്യുന്നതാണ്. നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ എല്ലാവർക്കും വിതരണം ചെയ്തു. അപ്പോൾ രാവിലെ ഫാൻ ഷോന് എല്ലാവർക്കും കൊടുത്തു, തീർച്ചയായിട്ടും കൊടുത്തു കഴിഞ്ഞ് ഇപ്പം ഇഷ്ടംപോലെ പായസം ബാക്കിയുണ്ട്. അത് നമുക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യമാണ്. മോഹൻലാലിന്റെ ബർത്ത്ഡേ എന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫാൻസും ഇങ്ങനെ ഒരു ഹെൽപ്പും ചെയ്തതിന്. അതേപോലെ ദൃശ്യം 3 ഞാൻ കണ്ടില്ല, കണ്ടവര് പറഞ്ഞവര് ടോപ്പാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും പായസമൊക്കെ വിതരണം ചെയ്ത് നമുക്ക് ഇനിയിപ്പോൾ പടം കഴിയാറായി. അപ്പോൾ വരുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ പായസം ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പോൾ ദൃശ്യം 3യും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ എന്ന്. അപ്പോൾ ചങ്കാണ് ലാലേട്ടൻ, ചങ്കിടിപ്പാണ് ലാലേട്ടൻ എന്നാണ് പൊതുവെ പറയുന്നത്, അല്ലേ? അപ്പോൾ ലാലേട്ടൻ്റെ ഈ ഒരു സിനിമ നമുക്ക് റിവ്യൂ ആയിട്ട് തന്നെ അതായത് ഒന്നും മായമില്ലാതെ റിവ്യൂ ആയിട്ട് തന്നെ നമുക്കറിയാം. വാ, തൂക്കി 2026 തൂക്കി. എങ്ങനെയുണ്ട്? കണ്ടോ? ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? സൂപ്പറാ. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? വളരെ മോശം. ദൃശ്യത്തിന്റെ പിന്നെ വെറുതെ പേര് കളഞ്ഞ് 2ാം ഭാഗം തന്നെ കാണാനായിരുന്നു. 3ാം ഭാഗം പിന്നെയും നമ്മൾ വെറുതെ വന്നിട്ടിങ്ങനെ എന്ത് പടം ഇത്? എന്താ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾ ഈ പടം? എന്തായാലും ഉണ്ട്. നമ്മൾ ഫസ്റ്റും സെക്കൻഡും പ്രതീക്ഷിച്ചിട്ട് തേർഡിന് പോകണ്ടെന്ന് ഞാൻ പറയും. ഒരുപക്ഷെ നമുക്ക് വേറൊരു ലീഡ് ഇതിനകത്തുണ്ട്. സംഭവം കുറച്ചുകൂടെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു നല്ല സാധനമാണ്. അത് മോഹൻലാൽ ആസ് ഓൾവേസ്. ഞാൻ ഭയങ്കര ഒരു മമ്മൂട്ടി ആരാധനാണ്, പക്ഷേ മോഹൻലാൽ ഈസ് നോ രക്ഷ. ഈ സിനിമയിൽ ഷാജോൺ ഉണ്ടോ? സസ്പെൻസ് ആയിട്ട് നിൽക്കുന്നതല്ല ഏറ്റവും നല്ലത്. എങ്ങനെയുണ്ട് അഭിപ്രായം? പറയാം ചേട്ടാ, പറയാം അഭിപ്രായം. മോനെ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളി. തൂക്കിയാ 2026 തൂക്കിയാ? എങ്ങനെയുണ്ട് സിനിമ? കൊള്ളാവോ? അടിപൊളിയാ? സിനിമ എങ്ങനെയുണ്ട്? അഭിപ്രായം പറയോ? അടിപൊളി. കണ്ടിരിക്കാം, അല്ലെങ്കിൽ സൂപ്പർ പടം. കണ്ടിരിക്കാന്നല്ല, വൻപടം. ലാലേട്ടന്റെ ഒരു ബെസ്റ്റ് ഫാമിലി പടം. അതിൽ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ദൃശ്യം 3 നമ്മൾ എന്താണ് ജിത്തു ജോസഫിന്ന് എക്സ്പെക്ട് ചെയ്തത്, അതിന്റെ അത് അൾട്ടിമേറ്റ് കിട്ടില്ല. ലാലേട്ടന്റെ എന്താ പറയുക, ആ ഇമോഷണൽ സീനുകളും കാര്യങ്ങളും എല്ലാം വൻ ലെവൽ പടമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരു എന്താ പറയാ, 2026 തൂക്കി. എപ്പോൾ നേരത്തെ തൂക്കി കഴിഞ്ഞത് തൂക്കി, ഒരു രക്ഷയില്ല. അന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ കൂടി. എന്താണ് ലാലേട്ടന് ബർത്ത്ഡേമായിട്ട് എല്ലാവിധ ആശംസകളും. ബർത്ത്ഡേ ഗിഫ്റ്റ് ആണിത്. ലാലേട്ടന് ഒരുപാട് ഗിഫ്റ്റ് അങ്ങനെ തരുന്നത്. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ഭയങ്കര ഒരു പടം. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് മോനെ? അടിപൊളി. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് പറയാം? എങ്ങനെയുണ്ട് സിനിമ? നല്ല തന്നെ. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? സിനിമ സെറ്റാണ്. തൂക്കിയാ? തൂക്കി. ലാലേട്ടൻ തൂക്കി. അഭിപ്രായമില്ല. എങ്ങനെയുണ്ട്? കിട്ടില്ല. അടിപൊളി. എങ്ങനെയുണ്ട് സിനിമ? സൂപ്പർ. സിനിമ എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ലതാണോ സിനിമ? എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? സൂപ്പർ. സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ദൃശ്യം ചേട്ടാ, ദൃശ്യം എങ്ങനെയുണ്ട്? അടിപൊളി. ചേച്ചി സിനിമ ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമ.
ഗംഭീരം. തൂക്കിയാ 2026? അങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ സ്ലോ ആയിട്ട് തുടങ്ങി, ആസ് യൂഷ്വൽ ദൃശ്യം പോകുന്ന പോലെ തന്നെ പോയി. ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? നല്ല സിനിമ. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ. എങ്ങനെ സിനിമ? എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട്? ഒരു എവറേജ് വേണം. ഫസ്റ്റും സെക്കൻഡും ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻഗേഡാണ്, പക്ക എൻഗേഡാണ്. പക്ഷെ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. എൻ്റെ ഒപ്പീനിയൻ ആണ്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? കണ്ടോ സിനിമ? കണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളി സിനിമ. കണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ലതാണോ? നല്ല പടമാണോ? സൂപ്പർ പടം. അപ്പോൾ കണ്ടവർ സൂപ്പറാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളി, ഒന്നും പറയില്ല. തൂക്കി പിന്നെ അല്ലാണ്ട് അടിപൊളി. ലാലേട്ടൻ തൂക്കി. അടിപൊളി സൂപ്പർ. എങ്ങനെയുണ്ട്? മസ്റ്റ് ട്രൈ. നല്ല സെറ്റ് സിനിമയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമോ? പിന്നെ എങ്ങനെയുണ്ട് സിനിമ? നല്ല സിനിമ. ഇഷ്ടപ്പെട്ടോ? വലിയ കുഴപ്പമില്ലപ്പാ. ആണല്ലേ? എങ്ങനെയുണ്ട് മോനെ? കൊള്ളാം. എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമ? കാണാൻ പോകാം മോനെ സിനിമ? കണ്ടോ? എങ്ങനെയുണ്ട് സിനിമ? കണ്ടോ? എങ്ങനെയുണ്ട്? നല്ല പടം. അഭിപ്രായം ഉണ്ടോ ചേട്ടാ? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? നല്ല പടം. ചേച്ചി എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അപ്പോൾ ദൃശ്യം 3 കണ്ടവർ പറയുന്നു വീണ്ടും കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ അടിപൊളി പടമാണ്. ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ലാലേട്ടൻ മലയാളികൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടി, അതായത് ദൃശ്യം 3 കൂടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജിത്തു ജോസഫ്, ലാലേട്ടൻ ടീം, അതായത് അടിപൊളി സിനിമയാണെന്ന് തന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. അപ്പോൾ ഇവിടെ റിയൽ അഭിപ്രായമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.